അപ്പോൾ ഇന്ന് നമുക്ക് കല്യാണ വീട്ടുകളിലൊക്കെ ഉണ്ടാവില്ലേ തലേ ദിവസം ഒരു നെയ്ച്ചോറ് അതുണ്ടാക്കാം കേട്ടോ. അതേ ടേസ്റ്റിലും അതേ മണത്തിലും തന്നെ നമുക്ക് നമ്മളെ വീടുകളിലൊക്കെ നല്ല ടേസ്റ്റോട് കൂടിയ നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ ഉച്ചക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ചോറും കൂടെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സാലഡോ അച്ചാറോ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഞാൻ 1 കിലോ അരി വെച്ചിട്ടാട്ടോ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 കഷ്ണം പട്ട, ഒരു 4-5 കഷ്ണം ഗ്രാമ്പൂ, ഒരു 4-5 കഷ്ണം ഏലക്കായ്, അതിലേക്ക് 3 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ചോറുണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു 8 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മിൽമൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. 6 kg എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. മിൽമൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടെ മണം ഉണ്ടാവും. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ ഈ പട്ടയും ഗ്രാമ്പും ഒന്നിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത സവാളൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. പകുതിയുള്ള എടുക്കുന്നത് പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ചുമക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അപ്പോൾ ചോറിൻ്റെ കളറ് മാറിപ്പോവും. അതിലേക്ക് ഞാൻ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, അതിൻ്റെ ആ പച്ച മണം പോകുന്നത് വരെ. എന്നിട്ട് അതിലേക്ക് ഞാൻ വെള്ളം ചേർക്കണം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് നേരം ഞാൻ അരിയൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നാരങ്ങൻ്റെ അര എടുത്തിട്ടൊന്ന് പിഴിയുണ്ട്. എന്താണെന്ന് ചോറ് തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ, അല്ലെങ്കിൽ കട്ട പോലെ ഉണ്ടാവും. അപ്പോൾ നാരങ്ങ ഒഴിക്കുമ്പോൾ നമുക്കൊന്ന് വേർപെട്ട് വരും. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളക്കോളം ഒന്ന് കാത്തിരിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള അരി മലബാർ എസ് ആണ് കേട്ടോ. മലബാർ എമ്മും എസ്സും ഒക്കെ ഉണ്ട്. ഇതുകൊണ്ട് നെയ്ച്ചോറ് വെച്ചാൽ നല്ല വേർപെട്ട് വരികയും ചെയ്യും, നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഞാൻ ചെറിയൊരു ടിപ്പ് കേട്ടോ. ഇത് ചോറ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു 1/2 ഗ്ലാസ് പാല്, പശുവിൻ പാല് ഒഴിക്കണ്ടേ. എന്നിട്ടൊന്ന് തിളച്ചിട്ട് നമ്മൾ അരി അതിലേക്ക് കൊട്ടി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ചോറ് വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ചോറ് അങ്ങനെ വിട്ട് നിൽക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ ചോറ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. നല്ല കുത്തി ഇളക്കും വേണ്ട, കുത്തി ഇളക്കിയാൽ ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് സിമ്മിലിടാം. ചില അരിക്ക് 2 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. ഈ അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. ഞാൻ 10 മിനിറ്റോളം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അപ്പോൾ നമ്മളെ ചോറ് ഏകദേശം ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെക്കാം. ഞാനിപ്പോൾ സിമ്മിലിട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഒരു സവാള ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ പകുതി ഞാൻ ചോറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ നെയ്ച്ചോറിൻ്റെ മേലെ നമുക്കൊന്ന് വിതറി കൊടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ച് വെക്കുമ്പോൾ അല്ലേ, അപ്പോൾ അത് പിന്നെ എടുക്കുമ്പോൾ അത് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ദമ്മിടേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഉള്ളി നേരത്തെ പൊരിച്ച ഉള്ളിയില്ലേ അതിന് മേലിട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ചേർത്തുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്തി കൊടുക്കുക ലാസ്റ്റിൽ. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ചെറു തീയിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെക്കുക. ഒരു 1/2 മണിക്കൂർ അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമാണ് കേട്ടോ. അപ്പം കല്യാണ വീട്ടിലെ നെയ്ച്ചോറിന് ഇങ്ങനെ നമ്മൾ വിളമ്പുമ്പോഴേ നല്ല മണമല്ലേ. അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ബീഫോ ചിക്കൻ കറിയോ ചിക്കൻ വരട്ടോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം.